വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇനി ചട്ടം രൂപീകരിക്കണം, എത്രയും വേഗം അതുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. BJP നേതൃത്വം വളരെ സന്തോഷത്തിലാണ്. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷം ആകെ നിരാശയിലാണ്. അത് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ വ്യക്തവുമാണ്. കേരളത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എടുത്ത നിലപാട്, ഇതിലേറെ പറയുന്നു ഷാഫി പറമ്പിൽ എടുത്ത നിലപാട് നിശിതമായ വിമർശനത്തിന് ഇരയാവുകയാണ്. വിമർശിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് സമസ്തയാണ്. സമസ്ത നേതാക്കൾ ചോദിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും അതോടൊപ്പം ഷാഫി പറമ്പിലിനോടും. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷ വിമർശനവുമായി സത്താർ പന്തല്ലൂർ രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതിൽ പറഞ്ഞത് നട്ടെല്ല് വായ്പ കിട്ടുമോ എന്ന് നോക്കണം എന്നാണ്. അത്രമാത്രം രൂക്ഷമായാണ് ഷാഫി പറമ്പിലിനെ വിമർശിച്ചത്. അതിന് വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു സത്താർ പന്തല്ലൂർ. അതിനിതാ ഇപ്പോൾ വീണ്ടും മറുപടി പറഞ്ഞ് സത്താർ പന്തല്ലൂർ രംഗത്ത് വന്നിരിക്കുന്നു. ഒരടി പോലും പിറകോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഷാഫി പറമ്പിലിനെതിരെയും വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് സത്താർ പന്തല്ലൂർ പറയുന്നു, വഖഫ് ബിൽ ചർച്ചാവേളയിൽ പ്രിയങ്ക ഗാന്ധി സഭയിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ എന്ന്. രണ്ട് ചോദ്യങ്ങളാണ് സത്താർ പന്തല്ലൂർ കോൺഗ്രസ് നേതൃത്വത്തോട്, പ്രിയങ്ക ഗാന്ധിയോട്, രാഹുൽ ഗാന്ധിയോട്, ഷാഫി പറമ്പിൽ അടക്കമുള്ള MP-മാരോട് ചോദിക്കുന്നത്. രണ്ട് കാര്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്താർ പന്തല്ലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ്: വഖഫ് ബിൽ ചർച്ചാവേളയിൽ പ്രിയങ്ക ഗാന്ധി സഭയിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ എന്ന്. എന്തുകൊണ്ടാണ്? മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് വാങ്ങി വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച് ലോകസഭയിലെത്തിയ പ്രിയങ്ക ഗാന്ധി അതേ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന, കവർന്നെടുക്കുന്ന ഒരു ബില്ലുമായി BJP വരുമ്പോൾ സഭയിലേ ഇല്ല, വിപ്പ് ലംഘിച്ച് വിദേശത്ത് പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ ആർക്കു വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണോ പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിൽ അയച്ചത്, അതിന് കടകവിരുദ്ധമായ നിലപാട് പ്രിയങ്ക ഗാന്ധി സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് സത്താർ പന്തല്ലൂർ അടക്കമുള്ള സമസ്ത നേതാക്കളും പ്രവർത്തകരും ചോദിക്കുന്നത്, വഖഫ് ബിൽ ചർച്ചാവേളയിൽ പ്രിയങ്ക ഗാന്ധി സഭയിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ എന്ന്. രണ്ടാമത്തെ ചോദ്യം, ചർച്ചയിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല എന്ന തത്വം ശാഖാതല മീറ്റിംഗിന് പോലും ബാധകമാണ്. അപ്പോൾ ലോകസഭയുടെ കാര്യം പറയാനില്ല. പാർട്ടികൾ ചുമതലപ്പെടുന്ന ചുരുക്കം ആളുകളാണ് അത് ചെയ്യുക എന്ന് ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഷാഫി പറമ്പിലിനുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഷാഫി പറമ്പിൽ. അത് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ, അതാണ് സത്താർ പന്തല്ലൂരുടെ ചോദ്യം, അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ വഖഫ് ബില്ലിനെതിരെ ഒരു FB പോസ്റ്റെങ്കിലും ഇടാമായിരുന്നില്ലേ? രാഹുൽ ഗാന്ധി അടക്കം അത് ചെയ്തിട്ടുണ്ട് എന്ന്. രാഹുൽ ഗാന്ധി Xൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പോലും അത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗിച്ചിട്ടില്ല, പുറത്തു വന്ന് Xൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി പോലും അത് ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുകയാണ് സത്താർ പന്തല്ലൂർ. അതിനുശേഷം പറയുന്നു, ഹൈബി ഈഡനിലും ഡീൻ കുര്യാക്കോസിലും മാതൃകയുണ്ട്. സമീപകാലത്ത് ന്യൂനപക്ഷങ്ങളെ വംശഹത്യ നടത്തിയ ഇടം മണിപ്പൂരാണ്. മണിപ്പൂർ സന്ദർശിച്ച് തകർന്ന പള്ളികളിലും അഭയാർത്ഥി ക്യാമ്പിലും കഴിയുന്ന മനുഷ്യരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി ലോകസഭയിലും പുറത്തും പൊരുതാൻ ഈ MP-മാർക്ക് അവരുടെ സ്വത്വം തടസ്സമായില്ല. അതുവഴി മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷത്തിന്റെ ഹൃദയം അവർ കീഴടക്കി. സമാനമായി രാജ്യത്തെ മുസ്ലിങ്ങൾ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ കേവലം ഒരു FB പോസ്റ്റ് കൊണ്ടുപോലും അവർക്കൊപ്പം നിൽക്കാൻ ധൈര്യപ്പെടാത്ത ഷാഫിയെ വിമർശിക്കുന്നത് പാപമാണോ? ഇത്തരം നേതാക്കളെ സംഘടനാ ഭേദമില്ലാതെ സമുദായം സാവധാനം കൈയൊഴിയും എന്നതിൽ സംശയമുണ്ടോ എന്നാണ് സത്താർ പന്തല്ലൂർ സമസ്തയുടെ നേതാവ് ചോദിക്കുന്നത്. ഈ ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കളെ സമുദായം സാവധാനം കൈയൊഴിയും എന്ന്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ച് രംഗത്ത് വന്ന സത്താർ പന്തല്ലൂർ അതോടൊപ്പം തന്നെ സമസ്തയുടെ മുഖപത്രവും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. രൂക്ഷമായ വിമർശനമാണ് സമസ്തയുടെ മുഖപത്രത്തിൽ വന്നത്. എഡിറ്റോറിയലിലൂടെയാണ്. എന്ന് വെച്ചാൽ സമസ്തയുടെ നിലപാടാണ് എഡിറ്റോറിയൽ. സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം. അതുകൊണ്ട് എഡിറ്റോറിയൽ എപ്പോഴും സമസ്തയുടെ ശബ്ദമാകും. ആ സമസ്തയുടെ ശബ്ദം അത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ടായിരുന്നു.
മുഖപ്രസംഗത്തിൽ പറയുന്നു. ലോക്സഭയിൽ രാജ്യം ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന വയനാട് എംപി പ്രിയങ്ക ഗാന്ധി വിപ്പ് ലംഘിച്ച് പാർലമെന്റിൽ എത്തിയില്ലെന്നത് കളങ്കമായി. മുസ്ലിങ്ങളുടെ ഭരണഘടനാവകാശങ്ങൾ BJP ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നുവെന്ന ചോദ്യം എക്കാലത്തും മായാതെ നിൽക്കും. രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന ചോദ്യവും ഉയർന്നു തന്നെ നിൽക്കും. ഇനി നിയമ പോരാട്ടത്തിൻ്റെയും രാഷ്ട്രീയ സമരങ്ങളുടെയും കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരുടെ നിലപാടിനെതിരെ വലിയ വിമർശനം മുസ്ലിം സമുദായത്തിനകത്തുണ്ട്. അവരുടെ മനസ്സ് നീറുകയാണ്. ഞങ്ങൾ പിന്തുണച്ച് വോട്ട് ചെയ്ത് ലോക്സഭയിലേക്ക് ഒരു തവണ അയച്ച രാഹുൽ ഗാന്ധി, വയനാടിനെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി വയനാടിലെ വോട്ടർമാരെ മറന്നു. രണ്ടാമത് പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെക്കാളും വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചയച്ച വയനാട്, ആ വയനാടിലെ വോട്ടർമാരെ മറന്നു പ്രിയങ്ക ഗാന്ധിയും. അതോടൊപ്പം മുസ്ലിം പ്രാതിനിധ്യം വേണം ലോക്സഭയിൽ, UDF MP-മാരിൽ, കോൺഗ്രസിന്റെ MP-മാരിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞ് പാലക്കാട് നിന്ന് വടകര കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ആ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാർ ഒന്നടങ്കം ഷാഫി പറമ്പിനോടൊപ്പം നിന്നു. അവരെയും വഞ്ചിച്ചു ഷാഫി പറമ്പിൽ എന്നാണ് സമസ്തയുടെ നേതാവ് പറയുന്നത്. സമസ്ത പറയുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം പറയുന്നത്.